27. So teaser നമ്മളെല്ലാവരും ഒരുമിച്ച് കണ്ടു ആൻഡ് നമ്മളോടൊപ്പം നമ്മുടെ ക്രൂ മെമ്പേഴ്സ് എല്ലാവരും എത്തിയിട്ടുണ്ട്. അപ്പം ആദ്യം വിളിക്കാനുള്ള ഭയങ്കര ഒരു കൺഫ്യൂഷൻ ആയിരുന്നു. പക്ഷേ I think let's go with some special faces to start with. ആദ്യമായിട്ട് വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. Inviting വൈഷ്ണവി ആൻഡ് അപർണ. ഒരു നല്ല കയ്യടി കൊടുത്തുകൊണ്ടാണ് രണ്ടുപേരെ നമുക്ക് വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. ഈ ഒരു സിനിമ 27th. So Vaishnavi, I think I will start with you. And so Kishkindarnadu, and now it is all about JSK releasing in ദിവസങ്ങൾ മാത്രമാണ്. So how was your experience? എന്താണ് നമ്മുടെ കൊച്ചിയിലെ സിനിമയെ ആഘോഷിക്കുന്നവരോട് പറയാനുള്ളത്? JSK actually watch ചെയ്ത മൂവിയാണ്. സോ ഫസ്റ്റ് ഡേ തന്നെ എല്ലാവരും പോയി കാണുക. ആക്ച്വലി ഈ സിനിമ ഞങ്ങൾ 2002 തുടങ്ങുന്നത്. അന്നത്തോളം ജേർണിയാണ് ആക്ച്വലി അത്. സോ ആക്ച്വലി ഞാൻ ഏരിയയിൽ കൂടി വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ എക്സ്പീരിയൻസ് വേറെ കാര്യങ്ങൾ. താങ്ക് യു ഫ്രണ്ട്. താങ്ക് യു സോ മച്ച്. പിന്നെ ഞാൻ ഈ മൂവിയോട് എന്നെ സെലക്ട് ചെയ്ത് രാജേഷേട്ടനാണ്, ഞങ്ങളുടെ സിനിമ അസോസിയേറ്റ്. രാജേഷേട്ടനോട് ഇട്ട് എന്തെങ്കിലും താങ്ക് യു സോ മച്ച്. വലിയൊരു സിനിമയുടെ ഭാഗമാകാൻ സാധിച്ചത് ഒത്തിരി സന്തോഷം. ഞങ്ങൾ ഭയങ്കര എക്സൈറ്റഡ് ആണ് ആക്ച്വലി. പടം ഇറങ്ങുന്നതിൻ്റെ എല്ലാ സന്തോഷവും എക്സൈറ്റ്മെൻറ്റും ഞങ്ങൾക്കത് പറയാൻ പറ്റില്ല. ആക്ച്വലി ഞാൻ ചെറിയ താങ്ക് യു സോ മച്ച്. എല്ലാവരും സപ്പോർട്ട് ഉണ്ടാവണം, എല്ലാവരും കൂടി കാണണം. കണ്ട് എന്താ പറയുക, നിങ്ങളെല്ലാവരും കൂടി ഇത് വലിയ വിജയമാക്കിയിട്ടുണ്ടായിരുന്നു. താങ്ക് യു സോ മച്ച്. തീർച്ചയായിട്ടും കാത്തിരിക്കായിരുന്നു കുറേ നാളായിട്ട്. കാരണം ഇത് കഴിഞ്ഞ് വന്ന മൂവി റിലീസായി, പക്ഷേ റിലീസ് ആവുന്നില്ലായിരുന്നു. റിലീസ് ആവാൻ പോവുകയാണ്. ഒരുപാട് സന്തോഷമുണ്ട്. ബിക്കോസ് ഇത്രയും നല്ല ആക്ടേഴ്സിൻ്റെ കൂടെ ഒരു റിവിഷൻ ചെയ്യാന്ന് പറയുന്നത് ഭയങ്കര ബെസ്റ്റ് മൊമെൻ്റാണ് സീരിയസ്ലി. ആൻഡ് സാറിനെ കണ്ടപ്പോൾ ടൈമിൽ തന്നെ എൻ്റെ കയ്യിലേക്ക് ഞാൻ ഫുൾ പാനിക്കായിട്ട് അത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്. ബിക്കോസ് ഞാൻ ആദ്യം പ്രതീക്ഷിച്ചാവുന്നുള്ളൂ. ഇത്രയും വലിയൊരു ആക്ടറിനെ നേരിട്ട് കണ്ട് ആ ഒരു ഫ്ലോർ സീനിൽ സാറിന് ഡയലോഗും കാര്യങ്ങളൊക്കെ കേട്ടപ്പോൾ തോന്നുന്നു. സോ ഞാൻ വെയിറ്റ് ചെയ്യാണ്. ഒരുപാട് സന്തോഷമുണ്ട്. എല്ലാവരും പോയി മൂവി കാണുക. ഫസ്റ്റ് ടൈം കാണുന്നതിന് ഭയങ്കര പേടിയായിരുന്നു. അത് ആക്ച്വലി ഇവളെൻ്റെ അടുത്തിട്ടായിരുന്നു. ഇതിൽ സാറിനപ്പോൾ ആക്ച്വലി നമ്മൾ ബ്രേക്ക് പറയുന്ന വരെ വളരെ ചെന്ന് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. എന്ന് പറയാം, എൻ്റെ കൈ കാലൊക്കെ വയ്ക്കുന്നത്. ആൾക്ക് നല്ല എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു. പിന്നെ സെക്കൻഡ് ഡേ സാറിനെ കണ്ടപ്പോഴാണ് ആൾ ടെൻഷനൊക്കെ കുറഞ്ഞത്. സാറിന് ഓർമ്മയുണ്ടോന്നറിയില്ല. ഇവള് ആക്ച്വലി ടെൻഷൻ ചെയ്യുമ്പോൾ സാറ് വന്നിട്ട് ബി ഓർമ്മ ചോദിച്ചപ്പോഴത്തേനും അവിടെ കിളി പോയി. അവിടെ എനിക്ക് തല എന്നൊക്കെയാണ് പറഞ്ഞത്. ഞാൻ എൻ്റെ ലൈഫിൽ എക്സ്പെക്ട് ചെയ്തിട്ടില്ല ആക്ടറിൽ അഭിനയിക്കാൻ പറ്റുന്നുണ്ടാവും. സോ ആ ഒരു എക്സൈറ്റ്മെൻറ്റും എൻ്റെ സാറിനെ കണ്ടുവരുന്നതും എല്ലാം കൂടെ ആയപ്പോഴത്തേക്ക് ഭയങ്കര സന്തോഷവും എല്ലാം കൂടെ ആയപ്പോഴത്തേക്ക് കഴിഞ്ഞു പോയതാണ്. ഇവർ രണ്ടൊരു സെറ്റിൽ ഇങ്ങനെ തന്നെയായിരുന്നു. ആർക്കെന്ത് സംസാരിക്കണം മാറി 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 മൈക്ക് അങ്ങോട്ടും വീഴ്ച ആകെ ഭാവമുള്ളത്. But anyway, ആ ഒരു എക്സൈറ്റ്മെന്റ്, we are all waiting for the day. So വിളിച്ചിട്ടൊരു 5 minutes ആയി. പക്ഷേ yeah, there he is. First of all, very happy to have you here. And എന്താണ് JSK വിശേഷം ഞങ്ങൾ പറയുന്നത്? എനിക്ക് തോന്നുന്നു 10 നടന്നാൽ സ്ഥലത്ത് കറക്റ്റായിട്ട് എത്തിയാൽ മതി. കറക്റ്റാണ്. ഈ എത്ര പേര് സിനിമ കണ്ട ഓർക്കുന്നുണ്ടോ എന്നൊന്നും എനിക്കറിയില്ല. ബട്ട് JSK എന്നെ റീഇൻട്രൊഡ്യൂസ് ചെയ്ത സിനിമയായിരിക്കും. താങ്ക് യു സുരേഷ് ചേട്ടാ, താങ്ക് യു മോഹൻ ചേട്ടാ. അത് എന്താണ് സിനിമ വിശേഷിക്കുന്നത്? പക്ഷെ അതിനു മുൻപ് എത്ര പേരെന്നെ സിനിമയിൽ കണ്ട് അറിയുമെന്ന് പറയുന്ന കാര്യമൊന്നും എനിക്ക് തോന്നുന്നില്ല. കാരണം ഈ ഒരു മുഖം നമുക്ക് പല രീതിയിൽ സുപരിതമാണ്. ഒന്ന് ചെറിയൊരു ചായ, ആ ശബ്ദം, പക്ഷെ അതിനൊക്കെ അപ്പുറം ആ ഒരു ഡെബ്യൂ മൂവിയിൽ ഹണിബി 2.5 അത് കാണാത്തവർ വളരെ കുറവാണ്. സോ ഞങ്ങൾക്ക് എല്ലാവർക്കും വി സ്റ്റിൽ ഹാവ് യു ഹിയർ. പക്ഷെ ഇപ്പൊ പറഞ്ഞ പോലെ ദിസ് ഇസ് ഗോയിങ് ടു ബി യുവർ കംബാക്ക്. വി ആർ ഓൾ വെയിറ്റിംഗ്. അപ്പോൾ എങ്ങനെയായിരുന്നു ആ ഒരു എക്സ്പീരിയൻസ് JSK? എനിക്ക് എന്നെ ഇതിലേക്ക് ചൂസ് ചെയ്തിട്ട് പ്രണീറ്റായിട്ടും എന്ന് പറയുന്നതായിരുന്നു. എനിക്ക് എന്താ പറയുക, സുരേഷ് ചേട്ടൻ്റെ പടം എന്ന് പറയുമ്പോൾ അതിലേക്ക് വിളിക്കുക. എനിക്ക് അതേപോലെ ഞാൻ ചോദിച്ചിട്ടില്ല. ഞാൻ പറഞ്ഞു പ്രേംചേട്ടൻ, ഞാൻ ഉറപ്പായിട്ടും
എനിക്ക് അത്രയും സന്തോഷം. കാര്യം ഞാനൊക്കെ ഈ തിയേറ്ററിൽ പോകുന്നതിന് മുമ്പ് ഈ ഞായറാഴ്ചകളിൽ വൈകുന്നേരം 4 മണിക്ക് സുരേഷേട്ടൻ്റെ സിനിമകൾ കണ്ട് അതിന് കൈയടിച്ചിട്ടുള്ളവരാണ്, അതായത് ടി വി കണ്ട് കൈയടിച്ചിട്ടുള്ളവരാണ് നമ്മുടെയൊക്കെ ചെറുപ്പത്തിൽ. സുരേഷേട്ടൻ്റെ കൂടെ സ്ക്രീൻ സ്പേസ് ചെയ്യുക, സ്ക്രീൻ ഷെയർ ചെയ്യുക, അതൊക്കെ ഒരു സ്വപ്നമാണ് എനിക്ക് ഏതൊരു ആക്ടർ. അപ്പോൾ സോലായിട്ട് ഇത് എനിക്ക് തോന്നുന്നു എൻ്റെ ക്യാരക്ടർ നന്നായിട്ട് വന്നിട്ടുണ്ട്, നന്നായിട്ട് എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. തീർച്ചയായിട്ടും we are all waiting and എങ്ങനെ ഇവിടെ തന്നെ ഉണ്ടാവും, നമ്മളോടൊപ്പം ഉണ്ടാവും കാണാനായിട്ട് ഉണ്ടാവും, തീർച്ചയായിട്ടും ഉണ്ടാവും. സോ ഒരു വലിയ കൈയടി കൊടുക്കാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ മുഖം ഓർമ്മയുണ്ടാവുന്നതിന്റെ ഒരു ഡയലോഗ് പറഞ്ഞു. പക്ഷെ അത് അങ്ങനെ എന്താണ് അറിയിക്കുന്നത്, നമ്മൾ അവർ സ്ട്രോങ് കൈയടി കൊടുത്താലോ ഈ മുഖം ഓർമ്മയുള്ള എല്ലാവരും ഒരുമിച്ച് ഇനി ഇവിടെ ശ്രമിക്കാം. അല്ല ഉണ്ടാവും ഉണ്ടാവും. അതാ യെസ്. സോ താങ്ക്സ് എ ലോട്ട് ആൻഡ് മൂവിംഗ് ഓൺ. എല്ലാവർക്കും നമസ്കാരം. താങ്ക് യു സോ മച്ച്. ഭയങ്കര ഇൻട്രോയ്ക്ക് ഫസ്റ്റ് ഓഫ് ഓൾ പ്രവീൺ ചേട്ടാ താങ്ക് യു സോ മച്ച്. ഈ ഒരു സിനിമയിലേക്ക് എന്നെ വിളിച്ചത് ഐ എം വെരി വെരി ഹാപ്പി. കാരണം കുറേ വർഷങ്ങൾക്ക് മുമ്പ്, 15 വർഷങ്ങൾക്ക് മുമ്പ് സുരേഷ് ചേട്ടൻ്റെ കൂടെ ജനകൻ അഭിനയിക്കാനുള്ള ഒരു ഭാഗ്യം ഉണ്ടായിരുന്നു. സോ അത് ഇത്രയും വർഷങ്ങൾക്ക് ശേഷം കുറച്ച് കാലമായിട്ട് ഞാൻ സിനിമകൾ ചെയ്യുന്നുണ്ടായിരുന്നില്ല, കിട്ടുന്നുണ്ടായിരുന്നില്ല. അപ്പം ഒരു എന്താ പറയുക, എന്നാൽ ഓർത്ത് വിളിച്ചതിന് സുരേഷ് ചേട്ടൻ്റെ കൂടെ ഈ സിനിമയുടെ ഭാഗമാകാൻ ഇനി പറയുന്ന ലോട്ട് ഓഫ് യങ്സ്റ്റേഴ്സ്, വെരി വെരി ടാലൻറ്റഡ് യങ്സ്റ്റേഴ്സ്, അവരുടെ കൂടെ എല്ലാം കുറേ മൊമെൻറ്റ്സ് ഷെയർ ചെയ്യാൻ പറ്റി. സോ അതിനെല്ലാവരും ഒരുപാട് നന്ദി. ആൻഡ് എല്ലാവർക്കും ഈ സിനിമ ഇഷ്ടപ്പെടും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. സോ എല്ലാവരും തിയേറ്ററിൽ പോയി കാണുക, പ്രോത്സാഹിക്കും. തീർച്ചയായിട്ടും ലോട്ട് ഓഫ് ടാലന്റഡ് യങ്സ്റ്റേഴ്സ് എന്നൊക്കെ പറഞ്ഞപ്പോൾ ഇപ്പൊ യങ്സ്റ്റർ ആയിരിക്കണം. ഏകദേശം യങ്സ്റ്ററൊക്കെ കഴിക്കുകയും ചെയ്തു, തീർന്നാണ് ഒരവസ്ഥ. Anyway, ഒരു കാര്യം എനിക്ക് എല്ലാവർക്കും അറിയാവുന്നത് ജനകൻ കുറച്ച് വർഷങ്ങളായി ആൻഡ് ഇപ്പോൾ JSK. സോ എന്താണ് ആ ഒരു ഡിഫറൻസ് സുരേഷ് ചേട്ടൻ വിത്ത് ദീസ് ഇയേഴ്സ് ഓൺ സ്ക്രീൻ വൈൽ ഡൂയിങ് ഓൺ സെറ്റ്? ഇല്ല, സുരേഷ് ചേട്ടൻ എനിക്ക് പേഴ്സണലി അറിയാവുന്ന സുരേഷ് ചേട്ടൻ ക്യാരക്ടർ വൈസ് ദർ ഇസ് നോ ചേഞ്ച്. പക്ഷേ ഹിസ് സ്റ്റാൻഡ്സ് ഇൻ പൊളിറ്റിക്കൽ വേൾഡ് ഹസ് ചേഞ്ച്. ആൻഡ് ബീയിങ് എ പ്രൗഡ് തൃശ്ശൂർക്കാരൻ, ഐ എം വെരി വെരി ഹാപ്പി ദാറ്റ് ഇപ്പോൾ തൃശ്ശൂർ സുരേഷ് ചേട്ടൻ്റെ 3 ഫാൻസിലുണ്ട്. ആൻഡ് വി ഹാവ് ലോട്ട് മോർ തിങ്സ് ടു ഡു ഇൻ കമ്മിങ് ഇയേഴ്സ്. സോ അതുകൊണ്ട് ഞാൻ അനുഭവിക്കുന്നുണ്ട് തൃശ്ശൂരുകാരുടെ. വെരി ഗുഡ്. സോ വി ആർ ഓൾ പ്രൗഡ്. സോ ആ രീതിയിൽ ഐ തിങ്ക് ഇറ്റ്സ് എ ഗ്രേറ്റ് മൂവ്. സോ ഇനിയും ഒരുപാട് നല്ല കാര്യങ്ങൾ ഉണ്ടാവട്ടെ ഞാൻ ആഗ്രഹിക്കുന്നു. കേരളത്തിലും എല്ലാം നടക്കുക. ആൻഡ് ആസ് എ ക്യാരക്ടർ വൈസ് അന്നും ഇന്നും ഒക്കെ ഒരേപോലെയാണ്. പിന്നെ യെസ്. സോ എന്തൊക്കെയാണ് 27-ാം തീയതി വേണ്ടി വെയിറ്റ് ചെയ്യാമെന്ന് അറിയാം. സോ എന്താണ് ഇപ്പോൾ ഇന്ന് ഇവിടെ കൊച്ചി ലുലു മോളിലെത്തിയിരിക്കുന്നവരോട് പറയാനുള്ളത്? ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക് യു സോ മച്ച് ലുലു. ഇത്രയും അടിപൊളിയായിട്ടുള്ള ഓഡിയൻസ് ആണ്. ലുലു is always very special. ട്രൂ ദാറ്റ്. കാരണം ഇതൊരു മൺഡേയാണ് അല്ലേ, വീക്കെൻഡൊക്കെ കഴിഞ്ഞ് ഒരു സ്റ്റാർട്ട് ഡേ ഓഫ് ദ വീക്ക് ഇൻ വർക്ക് നമ്മൾ മൺഡേ ബ്ലൂസ് എന്നൊക്കെ പറയുന്ന പോലെ still look at the audience, like look at the energy. So this is something that we love about Lulu every time. So you're here, please. JSK എന്ന് പറഞ്ഞ സിനിമ will always be very special because I think ഇത് എൻ്റെ ആദ്യത്തെ ഇത്രയും ബിഗ് ഫാനായിട്ടുള്ള ഒരു സിനിമയാണ്. And of course to work with actors like this and a crew like this really good. And I'm just getting to share screen space with Suresh and Anupama, and everybody. I think എനിക്ക് ഇതൊരു വലിയ ലേണിംഗ് എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം ഇതിൽ ഞാനൊരു അഡ്വക്കേറ്റ് ആയിട്ടാണ്, ലോയറായിട്ടാണ്. ആൻഡ് ഐ ഫീൽ യെസ് നമുക്ക് സ്ക്രിപ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്, relevant dialogues, it will provide on that. But Suresh had a huge role to play in developing even my scenes because ഞാനിത് പല ഇൻ്റർവ്യൂസിലും പറഞ്ഞൊരു കാര്യമാണ് that he is like endless of a source. അപ്പോൾ ഡയലോഗിൽ എന്തെങ്കിലും ഒരു മാറ്റം വരുത്തണമെന്നുണ്ടെങ്കിൽ ഇത് ലീഗൽ ടേംസ് ആണ്, വളരെ ഹെവി ആയിട്ടുള്ള ഡയലോഗ്സ് ആണ്. സോ ഹി വാസ് very generous with his advice and എല്ലാം കറക്റ്റായിട്ട് ലീഗൽ ടേംസ് ആണ് യൂസ് ചെയ്യുന്നത്. And I feel like it was such a lovely experience because Suresh. I think you came at the same time of the video. Yeah. Okay, so what do you have to tell them? Our JSK experience or rather the promo song experience to each and everybody out here. നമസ്കാരം. ഈ പടത്തിൽ
ഫ്ലവർ സോങ്ങിൽ മാത്രമേ ചെയ്തിട്ടുള്ളൂ. പക്ഷേ ഫസ്റ്റ് ഇത് ഭയങ്കര ഡൗട്ടായിരുന്നു, ഫ്ലവർ സോങ്ങായിട്ട് മാത്രം ചെയ്യണോ, കാരണം ഇപ്പോൾ ഹീറോനായിട്ട് മൂവി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഞാൻ എപ്പോൾ സോങ് കേട്ടോ ദാറ്റ് ടൈം ഐ ഡിസൈഡഡ് ഐ ഹാവ് ടു ഡു ദിസ്.